ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. യൂണിറ്റിൻ്റെ പേരാണ് റൂറൽ വൈബ്സ്. റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമീണ വൈബ് നമ്മൾ പറയില്ലേ, ഗ്രാമത്തിൻ്റെ വൈബാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ് കേട്ടോ. ഗ്രാമീണ വൈബ് എന്നാണ് റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇവിടെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ചിത്രത്തിൽ ഒരു കൃഷിയുടെ ആണല്ലേ കാണിക്കുന്നത്. കന്ന് പൂട്ടുന്നതും നെല്ല് മെതിക്കുന്നതും നെല്ല് കൊയ്യുന്നതും അങ്ങനെ ഉള്ള ചിത്രമാണ് ഇവിടെ ഉള്ളത്. എന്താണ് താഴെ തന്നിട്ടുള്ളത്? വിൽ ഡൂറൻ്റ് എഴുതിയ ഒരു കോട്ടാണ് താഴെ തന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. അപ്പോൾ എന്താണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത്? എന്താണ്? കൃഷിയാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വിൽ ഡൂറൻ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ ഈ ഒരു ഫസ്റ്റ് പേജ് കാണുമ്പം തന്നെ നമ്മുടെ ചാപ്റ്റർ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്നതാണ് അല്ലേ തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ എന്താണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്? ഒരു വീടുണ്ട്, വീടിന് ചുറ്റുമായിട്ട് തരിശായി കിടക്കുന്ന ഭൂമിയുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ആയിട്ട് എ ഹൗസ് ആൻഡ് ദ ബാരൻ ലാൻഡ് അറൗണ്ട് ഇറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? വീടിനോട് ചേർന്ന് തരിശായിട്ട് കിടക്കുന്ന ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ് അല്ലേ, കാണുന്നുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനടുത്ത് ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഭൂമി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? എങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്രദമാക്കി എടുക്കുക, യൂസ്ഫുൾ ആക്കി എടുക്കുക? കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഒരു നല്ല മാർഗ്ഗമായിരിക്കും അല്ലേ, ഈ ഒരു സ്ഥലത്തിനൊരു ഉപയോഗമാവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെ വിളകളാണ് നിങ്ങളുടെ പ്രദേശത്തുള്ളത്? ചിലരുടെ പ്രദേശത്ത് നെല്ല് ഉണ്ടാവും അല്ലേ, പിന്നെ നെല്ല്, പാഡി, അതുപോലെ തന്നെ ടാപ്പിയോക്ക, പിന്നെയോ ബനാന ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക. Now let's read the story of a girl Paru who loved the paddy fields. അതായത് നെൽപ്പാടങ്ങളെ സ്നേഹിച്ച പാറുവിൻ്റെ കഥയാണ് നമുക്ക് വായിക്കാനുള്ളത്. സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും. ഹെർ നെയിം വാസ് പാർവതി. പാർവതി എന്നായിരുന്നു അവളുടെ പേര്. ഹെർ ഫോക്സ് ആൻഡ് നൈബേഴ്സ് കോൾഡ് ഹെർ പാറു. അവളുടെ നാട്ടുകാരും അയൽക്കാരും ഒക്കെ അവളെ വിളിച്ചിരുന്നത് എന്താണ്? പാറു എന്നാണ് കേട്ടോ. പാർവതിയെ പാറു എന്നാണ് വിളിച്ചിരുന്നത്. ദർ വേർ പാഡി ഫീൽഡ്സ് ഓൾ അറൗണ്ട് ഹെർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ഷീ ലവ്ഡ് ദ ഫീൽഡ്സ്. അവൾക്ക് ആ പാടങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്, അതുപോലെ തന്നെ മരങ്ങളും ചെടികളും അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. മരങ്ങൾ, ചെടികൾ, വയലുകൾ എല്ലാം അവൾക്ക് ഇഷ്ടമായിരുന്നു. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ പരിപാലിക്കുമായിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡെഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എഗോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാറുവിൻ്റെ അമ്മ ഒരു അപൂർവ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. പാറു അവളുടെ അമ്മയെ വളരെയധികം മിസ് ചെയ്തു. ഷീ ഓഫൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ, നേച്ചർ ഈസ് അവർ മദർ. നേച്ചർ ഓഫ് അവർ മദർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന്. അങ്ങനെ പറഞ്ഞ അമ്മയുടെ വാക്കുകൾ, പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകൾ അവൾ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. പാറൂസ് ഫാദർ വുഡ് ഓഫൺ കൺസോൾ ഹെർ. പാറുവിൻ്റെ അച്ഛന് എല്ലായ്പ്പോഴും അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ പോയി എന്നൊരിക്കലും കരുതരുത്, അമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് അല്ലേ. ഷീ ഈസ് വിത്ത് അസ്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവ്രിതിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ചിയർഫുൾ. ഇനി പാറുവിൻ്റെ അമ്മൂമ്മയാണെങ്കിലോ അവർക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതൊക്കെ അവരും ചെയ്യുമായിരുന്നു. ഷീ ഫോളോവ്ഡ് ഹെർ ലൈക്ക് എ ഷാഡോ. പാറുവിൻ്റെ അമ്മൂമ്മ എപ്പോഴും ഒരു നിഴല് പോലെ പാറുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. പാറു അവളുടെ മുത്തശ്ശിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഷീ കോൾഡ് ഹെർ എച്ചുവമ്മ. അവൾ എന്താണ് മുത്തശ്ശിയെ വിളിച്ചിരുന്നത്? എച്ചുവമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് us. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്, അവൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് എന്തിനാണ് പാറുവിൻ്റെ അച്ഛൻ പറഞ്ഞത്? എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദ ഫാദർ സേസ് ദാറ്റ് ടു കംഫേർട്ട് പാറു. പാറുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ പറയാറുണ്ടായിരുന്നത്. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേർണി ഫാർ അവേ. ഒരു നല്ല ദിവസം പാറുവിൻ്റെ അച്ഛൻ ഒരു ദൂരയാത്രയ്ക്ക് പോയി. ടുഡേ ഐ ഷോൾ ഗോ വിത്ത് ഗ്രാൻഡ് മാ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. പാറുവിനോട് തന്നെ സ്വയം പറയാണ് എന്ത്? ഇന്നെനിക്ക് മുത്തശ്ശിയുടെ കൂടെ പാടത്തേക്ക് പോകാമെന്ന്. പിന്നെയോ ഷീ അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ് മാ. അങ്ങനെ പാറു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എച്ചുവമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത. ആ മുത്തശ്ശി എവിടെയാണ്? എച്ചുവമ്മ എവിടെയാണ് ഇരിക്കുന്നത്? വരാന്തയിലാണ് അല്ലേ? വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ? അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? പാറു ചോദിക്കുകയാണ് നമുക്കിന്ന് പറമ്പിൽ പോയിക്കൂടെ, നമുക്കിന്ന് പാടത്തേക്ക് പോയിക്കൂടെ ചോദിക്കുകയാണ്. പാറു ആസ്ക്ഡ് അല്ലേ? പാറു ചോദിക്കുകയാണ്. ഷുവർ ലെറ്റ്സ് ഗോ. അപ്പോൾ മുത്തശ്ശി എന്താ പറയുക? തീർച്ചയായിട്ടും നമുക്ക് പോകാം. ഏച്ചുവമ്മ റിപ്ലൈഡ്. ഏച്ചുവമ്മ മറുപടി പറഞ്ഞു. വിത്തൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവാർഡ്സ് ദ ഫീൽഡ്സ്. പിന്നെ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പാടത്തേക്ക് പോയി. They stood at the edge of the fields and looked out at the vast stretch of paddy fields. അവർ എന്താക്കി? വയലിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് വിശാലമായ നെൽപ്പാടങ്ങളിലേക്ക് നോക്കി. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡ്ഡി വാട്ടർ. എന്താണ്? അതൊക്കെ ചുറ്റുപാടും ചെളിവെള്ളം കൊണ്ട്, മഡ്ഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം കൊണ്ട് മൂടിയിരുന്നു. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫേസ്. വാം ബ്രീസ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാറ്റ്. ഒരു ചൂടുള്ള കാറ്റ് ഇങ്ങനെ വന്ന സമയത്ത് വയലുകളിലുള്ള ആ ചെളിവെള്ളമൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇളകുന്നുണ്ട്. ദ എയർ വാസ് അലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. ഈ എയർ, അന്തരീക്ഷം എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? കിളികളുടെയൊക്കെ ശബ്ദത്താൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. A row of men and a woman were planting the paddy seedlings. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്? നിരനിരയായിട്ട് നിന്നിട്ട് നെൽക്കതിരുകൾ നടുകയാണ്. അപ്പോഴോ they were humming an old folk song. അങ്ങനെ അവർ നടുന്ന സമയത്ത് ഒരു പഴയ നാടൻ പാട്ട് ഇങ്ങനെ മൂളുന്നുണ്ട്. ജോലി ചെയ്യുമ്പോൾ എന്തിനാ മക്കളെ പാട്ട് പാടുന്നത്? ഒരു ജോലിൻ്റെ കഠിനാധ്വാനം അല്ലേ? ആ ഒന്ന് കുറഞ്ഞ പോലെ നമുക്ക് തോന്നൂലേ പാട്ടിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത്? ചിലവർ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വരെ പാട്ട് വെക്കും. ചിലവർ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാട്ടുകൾ പാടിയിട്ടാണ് വെയിറ്റൊക്കെ എടുക്കുക. അപ്പോൾ ആ ഒരു പണി നമുക്കൊരു എളുപ്പമായിട്ട് തോന്നൂലേ? അപ്പം പാറു എന്താ ചോദിക്കുന്നത്? ഗ്രാൻഡ് മാ ലെറ്റ്സ് ജോയിൻ ദം സെഡ് പാറു. പാറു ചോദിക്കുകയാണ്, അമ്മുമ്മേ നമുക്കും അവരോടൊപ്പം ചേർന്നാലോ എന്നല്ലേ, നമുക്കും അവരോടൊപ്പം ചേരാം. പാറു ഹെൽഡ് ഗ്രാൻഡ് മാസ് ഹാൻഡ് ലവിംഗ്ലി ആസ് ദേ വെൻറ്റ് ഡൗൺ ഇൻ ടു ദ ഫീൽഡ്. അങ്ങനെ അവർ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ പാറു മുത്തശ്ശിയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചു. ഇനി താഴെ ചോദ്യം തന്നിട്ടുണ്ട്. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഒരിക്കലും ഒരു ഏകാന്തത തോന്നിയിട്ടില്ല, ഒറ്റപ്പെട്ടെന്ന് തോന്നിയിട്ടില്ല. എന്തായിരിക്കും കാരണം? Her father and grandmother are always with her like shadows. She also remembers her mother saying nature is our mother. അതായത് അവളുടെ അച്ഛനും മുത്തശ്ശിയും എപ്പോഴും ഒരു നിഴൽ പോലെ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ അമ്മ പറഞ്ഞ വാക്കുകൾ, നേച്ചറാണ് നമ്മുടെ അമ്മ എന്ന്, പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകൾ അവളെപ്പോഴും ഓർക്കാറുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 sentences ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. ഫീൽഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 സെൻറ്റൻസസ് ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതാം. It was covered with muddy water. A row of men and a woman were planting the paddy seedlings. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ദേ ജോയിൻഡ് ദ ഫാർമേഴ്സ് ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. കർഷകർക്കൊപ്പം ചേർന്ന് തൈകൾ നടുകയാണ്. ദ ഫാർമേഴ്സ് were happy to see them. കർഷകർക്ക് അവരെ കണ്ടപ്പോൾ എന്തായി? സന്തോഷമായില്ലേ?
They began to do the work with added enthusiasm. enthusiasm എന്ന് പറഞ്ഞാൽ ഉത്സാഹം, ഒന്നുകൂടെ ഇൻട്രസ്റ്റ്. ഇവരെ കണ്ട സമയത്ത് കർഷകർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആയി. Now പാറു looked at her grandmother. ആ സമയത്ത് പാറു മുത്തശ്ശിയെ ഒന്ന് നോക്കി. ഷീ നോട്ടീസ്ഡ് ദാറ്റ് ഏച്ചുവമ്മ വാസ് ടയേർഡ്. അപ്പോൾ അവൾ ശ്രദ്ധിച്ചെന്ത്? ഏച്ചുവമ്മ തളർന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ദ ഗേൾ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഷുഡ് ഫെച്ച് ആൻ അംബ്രല്ല. അപ്പോൾ പാറു മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി ഒരു കുട എടുത്തുകൊണ്ട് വരണോന്ന് അല്ലേ. വിത്ത് എ സ്മൈൽ ദ ഗ്രാൻഡ് മദർ ഡിക്ലൈൻഡ് ദ ഓഫർ. മുത്തശ്ശി ഒരു പുഞ്ചിരിയോടുകൂടെ ആ ഒരു ഓഫർ നിരസിക്കുകയാണ് അല്ലേ, വേണ്ടാന്ന് പറയാണ്. പിന്നെയോ പാറു held her grandmother's frail hand tight as they walked through the field. അമ്മൂമ്മ തളർന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പാടത്തു കൂടെ നടക്കുമ്പോൾ പാറു അമ്മൂമ്മയുടെ ആ തളർന്ന കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. The sun was getting hot. വെയിലിന് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏച്ചുവമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. അപ്പോൾ ഏച്ചുവമ്മ നോട്ടീസ് ചെയ്യാണ് എന്ത്, ശ്രദ്ധിക്കുകയാണ് എന്ത്, പാറു ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് ഇങ്ങനെ വിയർക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഏച്ചുവമ്മ പറയാണ്, ഗോ ഹോം ഡിയർ, നീ വീട്ടിലേക്ക് പോകൂ. ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ കേച്ച് എ കോൾഡ്. അപ്പോൾ ഇതുപോലെ നീ ഇനിയും നിൽക്കുകയാണെങ്കിൽ നിനക്ക് പനിയും ജലദോഷവും ഒക്കെ വരും, അസുഖം വരും എന്ന് പറയുകയാണല്ലേ. യു നോ ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ് ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. അപ്പോൾ ഗ്രാൻഡ് മദർ പാറുവിനോട് പറയാണ്, നിനക്കറിയോ ഈ ചൂടൊക്കെ എനിക്ക് തയക്കായില്ലേ, എനിക്ക് ഇതായി പ്രശ്നമൊന്നുമില്ലാന്ന്. നോ ഐ വാണ്ട് ടു ബി വിത്ത് യു, പാറു റിപ്ലൈഡ്. അപ്പോൾ പാറു എന്താ മറുപടി പറയുന്നത്? ഞാൻ വീട്ടിലേക്കൊന്നും പോകൂലല്ലേ, ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് പറയാണ്. ഓ വാട്ട് എ നോട്ടി ഗേൾ. അപ്പോൾ മുത്തശ്ശി പറയാണ്, എന്തൊരു വികൃതി പെണ്ണാണെന്നല്ലേ. യു ഹാവ് ഓൾവേസ് ബീം ലൈക്ക് ദീസ്, നീ എന്നും ഇങ്ങനെ തന്നെയാണ്. ഗ്രാൻഡ്മാ വിസ്പേർഡ് ലവിംഗ്ലി. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ സ്നേഹത്തോടെ ഇവളെന്നും ഇങ്ങനെ തന്നെയാണ്. ദേ കണ്ടിന്യൂ ടു വാക്ക്. അങ്ങനെ അവർ നടത്തം വീണ്ടും തുടരുകയാണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വേർ ദ ഫാമേഴ്സ് ഹാപ്പി? കർഷകർ സന്തുഷ്ടരായത് എന്തുകൊണ്ടാണ് മക്കളെ? പാറുവും മുത്തശ്ശിയും അവരുടെ കൂടെ കൂടിയത് കൊണ്ടാണല്ലേ. സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ, ഏച്ചുവമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാർമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. അങ്ങനെ ഈ കൊടും വെയിലിൽ നിന്നുകൊണ്ട് തന്നെ ഏച്ചുവമ്മ പാറുവിനോട് കർഷകരെക്കുറിച്ചും അവരുടെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാർമേഴ്സ് ആർ ടു അസ്? അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ഈ കർഷകർ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് നിനക്കറിയോ? ദെയർ ഹാർട്ട്സ് ആർ ഫിൽഡ് വിത്ത് ലവ് സെഡ് ഏച്ചുവമ്മ. ഏച്ചുവമ്മ പറയാണ്, അവരുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ് എന്നല്ലേ. അവരുടെ ഹൃദയത്തിൽ അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ്. പിന്നെയോ യു നോ ഫോളൻ ഫ്ലവേഴ്സ് ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ഡിക്കേ ഇൻ ദ സോയിൽ. അപ്പോൾ പിന്നെയും മുത്തശ്ശി എന്താ ചോദിക്കുന്നത്? കൊഴിഞ്ഞ പൂക്കളും ഇലകളും ചത്ത പ്രാണികളൊക്കെ മണ്ണിൽ നശിക്കുന്നുണ്ട് അല്ലേ. ഇത് ചെടികൾക്ക് നല്ല വളമാണ്. അവർ വീണ്ടും പറയാണ്. പിന്നെയോ ഷീ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. പിന്നെ കുറച്ച് സമയം അവരൊന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് വീണ്ടും പറയാണ് എന്ത്? ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജ്വലി ഡിസ്പെയറിങ് ദീസ് ഡേയ്സ്. ഈ കാലത്ത് നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അത് ആലോചിച്ചിട്ടാണ് അവർ കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതെ നിന്നത് അല്ലേ. ഷീ സെഡ് വിത്ത് എ സൈ. എന്താണ് മുത്തശ്ശി പിന്നെ ഒരു നെടുവീർപ്പോടുകൂടെ പറയാണ്. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. മുത്തശ്ശി ഒരു കുല നെൽച്ചെടികൾ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. എന്നിട്ടോ ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലഡിയസ് ഫോക്ക് സോങ്. എന്നിട്ട് നല്ല മെലഡി ആയിട്ടുള്ളൊരു നാടൻ പാട്ട് പാടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് നല്ല വളം ഏതാണ്? അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. Pollen, flowers, leaves and dead insects decay in the soil. It is good manure for plants.
ദ സ്വീറ്റ് മെലഡി എക്കോയ്ഡ് ഇൻ ദ ഫീൽഡ്. അങ്ങനെ മുത്തശ്ശിയുടെ ആ പാട്ട് ആ പാടത്തൊക്കെ എന്താണ് പ്രതിധ്വനിച്ചു, ആ പാടത്തൊക്കെ ഇങ്ങനെ മുഴങ്ങി. പാറു വാസ് വെരി മച്ച് ഇമേഴ്സ്ഡ് ഇൻ ദ സോങ്. പാറു മുത്തശ്ശിയുടെ പാട്ടിൽ വല്ലാതെ മുഴുകിയിരിക്കുകയാണ്. സഡൻലി ഷി തോട്ട് അബൌട്ട് ഹെർ ഫാദർ. പെട്ടെന്നാണ് പാറുവിന് അവളുടെ അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നത്. She looked back towards her home, wondering if her father had returned. അപ്പോൾ അവളുടെ വീടുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, അവളുടെ അച്ഛന് വന്നിട്ടുണ്ടാവുമോ എന്ന് അല്ലേ. She knew very well that he would not allow his old mother to stand for so long in the sun. അപ്പോൾ അവൾ അച്ഛൻ വന്നോ നോക്കിയതിനുള്ള കാര്യം എന്താണ്? അവൾക്കറിയാം അല്ലേ, മുത്തശ്ശിയെ, അച്ഛൻ്റെ അമ്മയെ ഒരിക്കലും അച്ഛന് ഇങ്ങനെ വെയിലത്ത് വന്ന് നിൽക്കാനൊന്നും അനുവദിക്കൂല എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അച്ഛൻ വരാത്ത സമയത്ത് അവർ പാടത്തേക്ക് വന്നത്, അച്ഛന് പോയ സമയത്ത്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് പാറു തിരിഞ്ഞു നോക്കിയത്. യച്ചുവമ്മ വാസ് 68. യച്ചുവമ്മയ്ക്ക് 68 വയസ്സായി. ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമൈൻഡ് സ്ട്രോങ്. പക്ഷേ അവരുടെ മനസ്സ് എപ്പോഴും സ്ട്രോങ് ആണ്. യച്ചുവമ്മ വാസ് എഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. യച്ചുവമ്മ വീണ്ടും അവരുടെ ജോലിയിൽ ബിസിയായി. സൂൺ ദ ഫെൽറ്റ് എ ജെൻറ്റിൽ ടച്ച് ഓൺ ഹെർ ഷോൾഡർ. പെട്ടെന്ന് അവരുടെ ഷോൾഡറിൽ ഒരു മയത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തലോടൽ, ഒരു ടച്ച് ഉണ്ടാവുകയാണ്. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അതാരാണ്? പാറുവിൻ്റെ അച്ഛനാണ്. ഹി ജെൻറ്റ്ലി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് സെഡ്. അച്ഛൻ പതിയെ മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അച്ഛൻ മുത്തശ്ശിയോട് പറയാണ്, അമ്മ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെരി ഹോട്ട് ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ. അമ്മ, ഒരുപാട് വെയിലാണ് അല്ലേ, നല്ല കഠിന വെയിലാണ്. ഒരുപാട് നേരം ഈ വെയിലത്ത് നിന്നാൽ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. ലെറ്റ്സ് ഗോ ഹോം. നിങ്ങൾ ക്ഷീണിച്ചു പോകും. ഒരുപാട് സമയം വെയിലത്ത് നിന്നാൽ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് അച്ഛൻ പറയാണ്. ബട്ട് യച്ചുവമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ ആൻഡ് റിപ്ലൈഡ്. അപ്പോൾ യച്ചുവമ്മ എന്താണ്, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ മകനോട് പറയാണ്, എന്ത്? ദ ഫാം ഈസ് മൈ ഹോം ഡിയർ, ഐ ആം ക്വൈറ്റ് ഫൈൻ ഹിയർ. അല്ലേ, ഈ ഫാമാണ്, ഈ കൃഷിയിടമാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെയിലും ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കിവിടെ സുഖമാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? കൃഷിയിടമാണ് എൻ്റെ വീട് എന്ന് മുത്തശ്ശി പറയാൻ കാരണം എന്തുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? ഗ്രാൻഡ്മ ഹാസ് ഓൾവേസ് ലവ്ഡ് ഫാമിങ്. അല്ലേ, അപ്പം ഗ്രാൻഡ്മയ്ക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ചൂടും വെയിലും ഒന്നും ജോലിയൊന്നും മുത്തശ്ശിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ദ ഡേയ്സ് എക്സ്പീരിയൻസ് മൂവ്ഡ് പാറു ഡീപ്ലി. അന്നത്തെ ആ അനുഭവങ്ങളൊക്കെ പാറുവിനെ ആഴത്തിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേസ് ഓഫ് ഫാമിങ്. അവൾ എന്ത് മനസ്സിലാക്കി? കൃഷിയുടെ പുതിയ വഴികൾ മനസ്സിലാക്കി. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാർമേഴ്സ്. അങ്ങനെ കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കി. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബെനീത്ത് ഹെർ ഫീറ്റ്. ആ ഒരു ഭൂമിയുടെ ചൂട് അവളുടെ കാലിനടിയിൽ ഉള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ഫോർ എ മൊമെൻറ്റ് ഷീ തോട്ട് ഓഫ് ഹെർ മദർ. ആ സമയത്ത് അവൾ അവളുടെ അമ്മയെ ആലോചിച്ചു. ഷീ ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. അപ്പോൾ അവൾക്ക് അവളുടെ അമ്മ അവളുടെ അരികത്തുള്ളതായിട്ട് ഫീൽ ചെയ്യാണ്. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. അപ്പോൾ നമ്മൾ ഒരമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ അവൾ ആ മണ്ണിൽ ഇതാ ചിത്രത്തിൽ കാണുന്നത് പോലെ കിടക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ കഥ ഒരു നോവലിൻ്റെ ചെറിയൊരു ഭാഗമാണ്. നഷ്ടസ്മൃതിയുടെ കാലം എന്നാണ് ആ ഒരു നോവലിൻ്റെ പേര്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. വേറൊരു പേര് ഈ ഒരു സ്റ്റോറിക്ക് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് കൊടുക്കാം? ദ ഗേൾ ഹൂ ലവ്ഡ് ദ സോയിൽ. അല്ലേ, മണ്ണിനെ സ്നേഹിച്ച പെൺകുട്ടി. പിന്നെയോ നേച്ചർ ഈസ് അവർ മദർ. പ്രകൃതിയാണ് നമ്മുടെ അമ്മ. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കഥയോട് മാച്ചാവുന്ന ടൈറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.